ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീത പകൽക്കാലത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വാട്സപ്പ് കൂട്ടായ്മയിലെ സ്നേഹിതരോട് ചേർന്നിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരവസരം ലഭിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു ആഗമന കാലത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ സമയത്ത് വായിക്കുന്ന എല്ലാ വേദഭാഗങ്ങളും അതോടൊപ്പം തന്നെ കേൾക്കുന്ന ചിന്തകളുമൊക്കെ ദൈവപുത്രൻ്റെ വരവും ദൈവികമായ അറിയിപ്പുകളും എത്രത്തോളം പ്രാധാന്യം ഉള്ളതാണ് എന്ന് അറിയിക്കുന്ന സമയമാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഒരു 400 വർഷത്തെ നിശബ്ദ കാലഘട്ടത്തിന് ശേഷം വളരെയധികമായുള്ള ഭാരത്തിലും പ്രയാസത്തിലും വരുന്ന ഒരു ജനതയുടെ മധ്യത്തിലേക്ക് ഉയരത്തിലെ അറിയിപ്പുകൾ എത്തിച്ചേരുകയാണ്. അങ്ങനെയുള്ള ഒരു അറിയിപ്പിനെ കുറിച്ചാണ് ഇന്ന് വായിക്കുന്ന വേദഭാഗങ്ങളൊക്കെ. പ്രത്യേകാൽ മറിയയ്ക്ക് ദൈവത്തിൻ്റെ അറിയിപ്പ് ഗബ്രിയേൽ ദൂതനിലൂടെ ലഭിക്കുക, ശൂന്യാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതിനായിട്ട് ദൈവിക പ്രവൃത്തിയുടെ ഒരു അറിയിപ്പാണ് ലഭിച്ചത്. അത് വളരെ വ്യക്തമായും കൃത്യമായും പറയുന്നുണ്ട്. ദൈവിക അറിയിപ്പുകൾക്കെല്ലാം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും വിശേഷപ്പെട്ടതുമായിട്ട് തീർന്നിരിക്കുന്നത്. ദൈവപ്രവൃത്തിയുടെ അറിയിപ്പ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഗലാത്യ ലേഖന കർത്താവ് 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് നിയോഗിച്ചയച്ചു എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ദൈവത്തിൻ്റെ നിയോഗം എന്തിനായിരുന്നു? സമയക്രമത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാലസമ്പൂർണതയെങ്കില ദൈവിക പ്രവൃത്തികൾക്കെല്ലാം പ്രത്യേകമായിട്ടുള്ള സമയവും കാലദൈർഘ്യവും ദൈവത്തിൻ്റെ ടൈം ടേബിളിലും പദ്ധതിയിലും വച്ചിട്ടുണ്ട്. അതിനെ അറിയാനായിട്ട് നമുക്ക് സാധ്യമല്ല, നമ്മുടെ ബുദ്ധിക്കത് സുഗ്രാഹ്യവും അല്ലല്ലോ. എന്നാൽ ദൈവം അതാത് സമയത്ത് തൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നു. പലപ്പോഴും വിശ്വാസികൾ അല്ലാത്തവർക്ക് അതിനെ ആ കാഴ്ചയോടെ കാണാനായിട്ട് കഴിയുന്നില്ല. ശുഭാപ്തി വിശ്വാസമില്ലാത്തവർക്ക് സാധ്യതകളെ മനസ്സിലാക്കാനും കഴിയുന്നില്ല. സാധാരണ കാഴ്ചകളിൽ അസാധാരണത്വം ദർശിക്കാനായിട്ട് കഴിയുന്ന ദർശനങ്ങൾ ദൈവം വേദപുസ്തകത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അറിയിപ്പ് സവിശേഷമായി തീർന്നത്. ഞാനിത് എങ്ങനെ അറിയുമെന്ന് മറിയ ചോദിക്കുമ്പോൾ ദൈവത്തിങ്കിൽ നിന്നുള്ള അരുളപ്പാട് ലഭിക്കുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ലല്ലോ. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ അങ്ങനെ തന്നെ വയ്ക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മുൻകാലങ്ങളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അനേക അവസരങ്ങളിൽ ദൈവത്തിന് അസാധ്യം അല്ലാത്ത കാര്യങ്ങൾ, നമുക്ക് അസാധ്യമായിട്ടുള്ളതിനെ സാധ്യമാക്കി തീർത്ത ദൈവത്തിൻ്റെ കരുതലിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് സ്ക്രിപ്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളതായി കരുതുന്നത്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഈ സ്ക്രിപ്ചർ അത് യഹോവയുടെ സാക്ഷ്യമാണ്. 19-ാം സങ്കീർത്തനം അത് കൃത്യമായിട്ട് പറയുന്നു. യഹോവയുടെ സാക്ഷ്യം, അത് ദൈവിക സാക്ഷ്യമുള്ള തിരുവചനം നമ്മൾ വിശ്വസിക്കാനും ആശ്രയിക്കാനും കഴിയേണ്ടുന്നതിനാണ് വ്യക്തമായി റോമാലേഖന കർത്താവ് നമ്മെ പ്രബോധിപ്പിച്ച് പറയുന്നത്. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഓർപ്പിച്ച് പറയുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ളതായി അർപ്പിക്കണം, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സാക്ഷ്യം, ദൈവത്തിൻ്റെ ആജ്ഞ അത് നിർമ്മലമായതും നമുക്ക് വിശ്വസിക്കാൻ യോഗ്യമായി തന്നിരിക്കുന്നതുമാകിയാൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പുതിയ തിരിച്ചറിവിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നു. അതുകൊണ്ടാണ് അപ്രകാരം തന്നെ റോമാലേഖന കർത്താവ് ഓരോ സഹോദരന്മാരെ എന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതവസ്ഥയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളത് ദൈവനെ ഓർപ്പിക്കുക. ദൈവപുത്രൻ്റെ പ്രവൃത്തി, ദൈവപുത്രൻ്റെ വരവ്, ആഗമനം അത് എന്തിനായിരുന്നുവെന്ന് വിശ്വസിക്കുന്ന ദൈവമായതല്ല, ഒരു പുതിയ കോൺഷ്യസ്നെസ്സിലേക്ക് കടന്നെത്തിച്ചേരാം. എ ന്യൂ കോൺഷ്യസ്നെസ്,
അത് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ബോധമണ്ഡലത്തിലൊരു വ്യത്യാസം ഉണ്ടാകണം. എന്തിനായിട്ട് ദൈവപുത്രൻ ലോകത്തിൽ അവതരിച്ചു എന്നുള്ള കേവലമായിട്ടുള്ള ഒരു ജന്മം ആയിരുന്നില്ല. മനുഷ്യരാശിയെ മുഴുവൻ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ നിയോഗിച്ച് അയച്ചിട്ട് മനുഷ്യരാശിയെ മുഴുവനായിട്ട് രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഈ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴാണ് ഒരു പുതിയ വാല്യൂ ജീവിതത്തിന് ഉണ്ടാകുന്നത്. വാല്യൂ ആഡഡ് ആയിട്ട് ഓരോ ദിവസവും നമുക്ക് മാറ്റാനായിട്ട് കഴിയേണ്ടുന്ന അപ്പോഴാണ്. മൊബൈൽ ഫോണിലൊക്കെ സാധാരണയായിട്ട് നമ്മൾ സ്റ്റാറ്റസ് മാറ്റാറുണ്ട്. ഫോട്ടോ മാറ്റുകയാണെങ്കിൽ എവിടെയെങ്കിലും പോയാൽ പ്രത്യേകമായുള്ള പുതിയൊരു ഫോട്ടോ എടുക്കാൻ സാധിച്ചാൽ സ്റ്റാറ്റസ് മാറും. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ചേഞ്ച്ഡ് ആകണം. ചേഞ്ച്ഡ് സ്റ്റാറ്റസ് അത് എവിടെ നിന്ന് എങ്ങനെ ആയിത്തീരണം? അനുശാസിക്കുന്ന അനുസരിച്ച് ലോസ്റ്റ് സ്റ്റാറ്റസ് ടു സേവ്ഡ് സ്റ്റാറ്റസ് നമുക്ക് മാറ്റേണ്ടത് ആവശ്യമാണ്. നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്ന നമ്മുടെ സ്റ്റാറ്റസിനെ രക്ഷിതരുടെ സ്റ്റാറ്റസിലേക്ക് മാറ്റിയെടുത്ത ദൈവത്തിൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റാറ്റസ് മാറ്റി ജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം. അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരു പുതിയ ബന്ധം. ആ പുതിയ ബന്ധം, എ ന്യൂ റിലേഷൻഷിപ്പ്. ആ ബന്ധം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവിനോടും ഒപ്പം അത്രേ. ആ കൂട്ടായ്മ ബന്ധം ഉള്ള ജീവിതത്തിന് ഒരിക്കലും ശുഭാപ്തി വിശ്വാസം ഇല്ലാതെ വരത്തില്ല. വാല്യൂ ആഡഡ് ജീവിതം എല്ലാ ദിവസവും നമുക്കുണ്ടാവും. ഇന്നും നമുക്കങ്ങനെ ഉണ്ടാവാനായിട്ട് കഴിയട്ടെ. തുടർന്നുള്ള നാളുകളിലും നമുക്കത് ഉണ്ടാവാനായിട്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അത്രേ ചെയ്യുന്നത്. സോ എ ന്യൂ റിലേഷൻഷിപ്പ് അത് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ബോധമണ്ഡലത്തിലെ വ്യത്യാസം വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് മാറ്റപ്പെടുന്നു. സ്റ്റാറ്റസ് മാറി രക്ഷിതരുടെ ഗണത്തിലായി തീരുമ്പോൾ ഒരു പുതിയ ബന്ധം നമുക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ ആദിമ നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, അവരെല്ലാം പൊതുവക എന്ന് എണ്ണി. അവരെല്ലാം പൊതുവക എണ്ണി എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്, 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കും ആ ഒരു അനുഭവത്തിലായിരിക്കാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഏതവസ്ഥയിലും നമ്മുടെയൊക്കെ ഭാരങ്ങൾ ഒന്നിച്ച് ഷെയർ ചെയ്യാൻ, നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ ഒന്നിച്ച് ഷെയർ ചെയ്യാൻ, മറ്റുള്ളവരെ നമ്മെപ്പോലെ കരുതുവാൻ, ആ ഒരു വ്യത്യാസം, ബന്ധങ്ങളിലെ വ്യത്യാസം വരുത്തി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരാനായിട്ട് കഴിയും. ഈ പ്രഭാതത്തിൽ ഈ ചിന്തകൾ നമ്മെ പുലർത്തുകയും നമ്മെ വഴിനടത്തുകയും ചെയ്യുന്നതായിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അത്രേ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ദൈവത്തിങ്കിലെ സന്തോഷം നമ്മളിലെത്തിയത് മറ്റുള്ളവരിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ആ ബന്ധമാണ് ഒരു കുടുംബ ബന്ധം എന്ന് പറയുന്നത്. സെലസ്റ്റിലും അങ്ങനെ ഒരു കുടുംബ ബന്ധം നിലനിർത്താനായിട്ട് നമുക്ക് കഴിയട്ടെ. ഏറ്റവും മനോഹരമായ ജീവിതാനുഭവത്തിൽ നിലനിൽപ്പാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.